All the skilled are not consistent enough, and those who are consistent will be paid off. 2024 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ ആ ഒരു രാത്രി നമ്മളെല്ലാവരും ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയാണല്ലേ. ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ചക്രവാളത്തിലേക്ക് ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു പുതിയ രാജാവ് പിറവിയെടുത്തൊരു രാത്രിയാണത്. ഒരുപാട് വർഷങ്ങളുടെ ഫുട്ബോൾ കരിയറിന് അന്ത്യം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും ഫൈനൽ ലാപ്പിലേക്ക് ലയണൽ മെസ്സി എത്തുന്നത് ബേസിക്കലി 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ ആ രാത്രിയിലാണ്. ഖത്തറിൽ അന്ന് അർജൻറ്റീന കപ്പ് നേടിയത് ലോക ചരിത്രത്തിൽ ഇന്നും ഒരു ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്തൊരു രാത്രിയാണ്. എന്തുകൊണ്ട് ലയണൽ മെസ്സി ഇത്രയും വർഷങ്ങൾക്കിടയിൽ അവസാനം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ ഒരു പൂർണ്ണമായത് ആ ഒരു വേൾഡ് കപ്പോട് കൂടിയാണ്. അദ്ദേഹത്തെ പോലെ ഒരുപാട് വലിയ പ്രസിദ്ധരായ വലിയ സ്കില്ലഡായ ഫുട്ബോൾ പ്ലെയേഴ്സ് ലോകത്ത് അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ മുമ്പും അദ്ദേഹത്തിൻ്റെ ശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പിറവിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങി വെച്ചത് സ്കില്ലഡായ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിക്കൊള്ളുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്നവരുടെ പെർഫോമൻസിന് എന്നും ഒരു വാല്യൂ ഉണ്ടാവും. ദാറ്റ് വിൽ ബി പെയ്ഡ് ഓഫ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് സ്പോർട്സ് ഓർ ഫുട്ബോൾ ക്യാൻ ടീച്ച് അസ് ആസ് എ UGC നെറ്റ് JRF ആസ്പിറന്റ്. UGC നെറ്റ് JRF എന്നതാണ് നമ്മളുടെയൊക്കെ സ്വപ്നമല്ലേ. ഒരു സ്പോർട്സിന് അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന് എന്ത് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. ബേസിക്കലി ഫുട്ബോൾ ഓർ സ്പോർട്സ് എന്ന് പറയുന്നത് വലിയ ഒരു ടീച്ചറാണെന്ന് നമുക്ക് പറയാം. ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻഡ് ആക്ഷൻ, ഒരു ഗോളിൽ കൃത്യമായിട്ടുള്ള ഫോക്കസ്, ഇതൊക്കെ നമുക്ക് പകർന്നു തരുന്ന ഒരു നല്ല ടീച്ചറാണ് ഏതൊരു സ്പോർട്സും, സ്പെഷ്യലി ഫുട്ബോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരാജയത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പുതിയ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യണമെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കളി കൂടിയാണ് ഫുട്ബോൾ. 2022 വേൾഡ് കപ്പിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചു വരികയാണ്. അർജൻറ്റീനയും സൗദി അറേബ്യയും ഒരുപാട് വിജയങ്ങൾ, 30-ലേറെ വിജയങ്ങൾ തുടർച്ചയായിട്ട് നേടിയിട്ടാണ് അർജൻറ്റീന 2022 വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അർജൻറ്റീനയുടെ ആദ്യ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ വലിയൊരു പ്രഷറിലാണ് അർജൻറ്റീന. ലോകത്ത് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും ആരാധകർ പൊതുവെ ലയണൽ മെസ്സിക്ക് കപ്പ് നേടാനുള്ള ഒരു വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അർജൻറ്റീനക്കെതിരെ സൗദി അറേബ്യ വിജയിക്കുന്നത്. അതൊരു വലിയ പരാജയമായിരുന്നു. ആ പരാജയത്തിൽ നിന്ന് അർജൻറ്റീന സ്ട്രാറ്റജിക്കലി തിരിച്ചു വന്ന ഒരു വേൾഡ് കപ്പാണ് അവസാനം ഖത്തറിൻ്റെ ആ രാത്രി, ഞാൻ തുടങ്ങി വെച്ച ആ രാത്രിയിലേക്ക് ലയണൽ മെസ്സി എത്തിച്ചത് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതാണ്. പിന്നീട് ഈ ഫുട്ബോളിന് എന്ത് നമ്മെ പഠിപ്പിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ വളരെ ഡിസ്കംഫർട്ടായ സാഹചര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഫുട്ബോൾ കളിയിൽ തന്നെ ഓരോ പ്ലെയറും, ലയണൽ മെസ്സിക്കപ്പുറത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുട്ബോൾ പ്ലെയറാണ് നെയ്മർ ജൂനിയർ അല്ലേ. ഒരു വേൾഡ് കപ്പ് 2022 മുമ്പുള്ള വേൾഡ് കപ്പിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു പരിക്കിൻ്റെ പിടിയിലാവുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ ലയണൽ മെസ്സിയെപ്പോലെ തന്നെ വളരെ സ്കില്ലഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ താരമെന്ന് ലോകം മൊത്തം വിധി എഴുതുമ്പോഴും ഒരു ഇഞ്ചറിയിലേക്ക് അദ്ദേഹം പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് വലിയൊരു ഗ്രോത്ത് നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു ഫുട്ബോൾ താരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ നമ്മളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഫുട്ബോൾ പ്ലെയർ നേരിടുന്ന ഇഞ്ചറി പോലെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാം. നമുക്ക് വളരെ കൃത്യമായിട്ട് ഫാമിലിയിലുള്ള പ്രോബ്ലംസ് വരാം, സ്ട്രെസ്സ് വരാം, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് പുതിയതായിട്ട് കടന്നു വരാം. ഇതൊക്കെ നമുക്കുണ്ടാവുമ്പോഴും, ഇതൊക്കെ ഈ ഡിസ്കംഫേർട്സുകളൊക്കെ ഉണ്ടാവുമ്പോഴും വി ഹാവ് ടു കീപ് പ്ലേയിങ്. അതാണ് ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരം നമ്മളുടെ മുന്നിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ പാഠം എന്ന് പറയുന്നത്. ജീവിതത്തിലൊരു വലിയ പാഠം. നമ്മൾ ഓരോ നെറ്റ് എക്സാം അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം റൺ ചെയ്യുന്നുണ്ടാവും. അവരുടെ മുന്നിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരും. പക്ഷേ അവിടെ നമ്മൾ ആ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കളി തുടരുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഓപ്പോസിറ്റ് പ്ലേയേഴ്സിൻ്റെ അവരിൽ എപ്പോഴും ഒരു കണ്ണ് നമുക്കുണ്ടാവുക എന്നുള്ളത്. ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തങ്ങളുടെ സ്കില്ലിനപ്പുറത്ത് ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്ട്രാറ്റജി പഠിക്കണം. ഓപ്പോസിറ്റ് ടീം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് പഠിക്കണം. ഓപ്പോസിറ്റ് ടീം എന്താണ് നമ്മോടുള്ള മത്സരത്തിൽ അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഞാനും നിങ്ങളൊക്കെ UGC നെറ്റ് ആസ്പിറൻസ് ആണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇതുവരെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യം നമ്മളുടെ സ്കില്ലും നമ്മളുടെ പെർഫോമൻസുമാണ് പ്രധാനമെന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മോടൊപ്പം എക്സാം എഴുതുന്ന ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
നമ്മളുടെ സ്കില്ലും നമ്മളുടെ പെർഫോമൻസും മാത്രം ഒരിക്കലും നെറ്റോ JRF ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കില്ല. ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ്. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് 6% ആളുകൾക്ക് മാത്രമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ 1% ആളുകൾക്ക് മാത്രമാണ് JRF ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ കഴിയുമ്പോൾ ഈ 1%ലേക്കും 6%ലേക്കും എത്താൻ കഴിയുന്ന നമ്മളെക്കാൾ പഠിക്കുന്ന, നമ്മളെക്കാൾ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാഷണൽ ലെവലിലുള്ള എക്സാം ആയതുകൊണ്ട് ഇന്ത്യയിലുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് നമ്മളെന്ന് ഒരു ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് നമ്മോടൊപ്പം ഓടുന്ന ഈ മത്സരത്തിൽ, ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മോടൊപ്പം ഓടുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളുടെ ഓപ്പോസിറ്റിലുള്ള ടീമിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുക എന്നതുപോലെ പ്രധാനമാണ് നമ്മോടൊപ്പം കോമ്പറ്റേറ്റീവ് എക്സാം. ഇപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് ആസ്പിറൻ്റ് ആണെങ്കിൽ നമ്മോടൊപ്പം ഇംഗ്ലീഷിന് UGC നെറ്റ് എഴുതുന്ന മറ്റുള്ളവരുടെ മെൻറ്റാലിറ്റി മനസ്സിലാക്കുന്നുള്ളത്. അപ്പോൾ അവരെവിടെയാണ് സ്കോർ ചെയ്യുക, അവിടെ നമ്മൾ നിർബന്ധമായും സ്കോർ ചെയ്യണം. അവരെവിടെയാണ് വീക്ക് ആവാനുള്ള സാധ്യത, അവിടെയും നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട്. പേപ്പർ 1 മാത്സ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, ഈ 3 പാർട്ടുകളും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അതൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് തരുന്ന ഏരിയകളാണ്. ഒരു ടീമിന് അവരുടെ മധ്യനിരയിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീം അതിനെ പൂട്ടാനുള്ളൊരു സ്ട്രാറ്റജി നിർബന്ധമായും ബിൽഡ് ചെയ്താൽ മാത്രമേ ഒരു ഫുട്ബോൾ ടീമിന് വിജയിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ടീമിന് അവരുടെ സബ്ജക്റ്റ് മാറ്ററിൽ നല്ല ഡെപ്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പൂട്ടാനുള്ളൊരു സ്ട്രാറ്റജിയാണ് ജനറൽ പേപ്പറിൻ്റെ അവർക്ക് മിസ്സാവാൻ സാധ്യതയുള്ള ഏരിയകളിൽ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പണൻറ്റിൻ്റെ അനാലിസിസ് നടത്താനും നമ്മോടൊപ്പം ഈ എക്സാമിലുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി എക്സെപ്ഷണൽ ഇൻ സംതിങ്. ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സെപ്ഷണലായ ഒരു സ്കില്ല്, എക്സെപ്ഷണാലിറ്റി ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. നമുക്കുണ്ടാകും അത്. പക്ഷേ അതിനെ പലപ്പോഴും നമ്മൾ മിസ് ഔട്ടായി പോകുന്ന ഒരു പ്രോബ്ലം വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഏരിയകൾ നമ്മൾ ലിമിറ്റഡ് ആയിരിക്കും, നമ്മളുടെ പവർ ലിമിറ്റഡ് ആയിരിക്കും. അതിനെ നമ്മൾ മനസ്സിലാക്കും വേണം. നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്, നമ്മളെപ്പോഴും ഒരു വിജയത്തിലേക്ക് ഒരു ഗോളിനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടേക്കാണ് വീക്കുകൾ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അനലൈസ് ചെയ്ത് അതിന് ഒരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ നമ്മളുടെ ശ്രമം ഉണ്ടാവണം. ലയണൽ മെസ്സിയുടെ ഉദാഹരണത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. ലയണൽ മെസ്സി എന്ന് പറയുന്നത് ഒരു മികച്ച പ്ലേ മേക്കർ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. ഒരിക്കലും അദ്ദേഹം ഒരു ഡിഫൻഡർ അല്ല. അവിടെ അദ്ദേഹത്തിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ഡിഫെൻഡിങ് പ്രോബ്ലം കൃത്യമായിട്ടും ഒരു ടീം എന്ന നിലയിൽ അർജൻറ്റീന മറ്റൊരാളെ വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇതുപോലെ ഓരോ ആളുകൾക്കും ജീവിതത്തിൽ ഏതൊരു മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും ചില ഏരിയകൾ അവരുടെ സ്ട്രോങ് ആയിരിക്കും, ചില ഏരിയകൾ വീക്കായിരിക്കും. ഞാനും നിങ്ങളും UGC നെറ്റ് ആസ്പിറൻസ് ആണ്. നമ്മൾ എഴുതുന്ന സബ്ജക്റ്റുകളുടെ ചില ഭാഗങ്ങൾ, ചില മൊഡ്യൂളുകൾ നമ്മൾ വീക്കായിരിക്കും, ചില ഏരിയകൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. ചിലപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ വീക്കായിരിക്കും, എന്നാൽ നന്നായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ വീക്കാണെങ്കിൽ അതിനെങ്ങനെ ഇംപ്രവൈസ് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അവസാനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് 1 ബോൾ അറ്റ് എ ടൈം എന്നതാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഗെയിമാണ്. ഞാൻ പറഞ്ഞു, ഫുട്ബോളിൽ ഒരു ബോളാണ് ഉണ്ടാവുക, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും, അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ബോളിന് പിന്നിലുള്ള ഓട്ടാണ്. അപ്പോൾ ആ ഒരു ബോള് എപ്പോഴും മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യാനും മാക്സിമം നമ്മുടെ കാലിൽ വെച്ച് നമ്മളുടെ ടീമിൽ കൺട്രോൾ ചെയ്ത് വെക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു എക്സാമിൽ ഒരു ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വലിയ ചാൻസ് ആയിരിക്കും. അത് പിന്നീട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മളുടെ മുന്നിൽ വരുന്ന ആ ഒരു ചാൻസിനെ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അവസാനമായിട്ട് ഒരു ഫുട്ബോൾ പ്ലെയറിന്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്ക്, അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സിനും നമ്മോട് പറഞ്ഞു തരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒരു പാഠമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തൊരവസരം നിങ്ങളുടെ മുന്നിൽ വീണ് കിട്ടിയാലും അത് നിങ്ങൾ നേടണമെന്നതാണ്. ലയണൽ മെസ്സി തന്നെ അവസാനം ഫൈനലിൽ കളി തീരാൻ പോകുന്ന സമയത്ത് ഒരു ഗോള്, ഫുൾ കളിയുടെ 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ അവസാനം ഒരു ഗോൾ ഇട്ടതൊക്കെ നമുക്കറിയാം. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ തീർച്ചയായിട്ടും അത് ഗ്രാബ് ചെയ്യാനുള്ള ശ്രമം നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയകളിൽ നിങ്ങൾക്ക് മിസ് ഉണ്ടാവാൻ പാടില്ല.
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും തട്ടിക്കളയരുത്. അത് നിങ്ങൾ ഗ്രാബ് ചെയ്യണം. എപ്പോൾ ഗോളടിക്കാൻ കഴിയുന്നോ അപ്പോൾ ഗോളടിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2024 ജൂൺ എക്സാം എന്ന് പറയുന്നത് ഏതൊരു UGC നെറ്റ് ആസ്പിറൻറ്റിൻ്റെയും മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇനി നമ്മൾ പോകുന്നത് ഒരു ഗ്രേ ഏരിയയിലേക്കാണ്. UGC നെറ്റിന് ഇനി എന്താണ് മാറ്റം എന്നറിയാത്തൊരു ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. നെഗറ്റീവ് മാർക്കുകൾ വരുമോ, അതല്ല ഇനി നമുക്ക് സിലബസിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുമോ, അങ്ങനെ ഒരു ഗ്രേ ഏരിയ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 2024 ജൂൺ 18 എന്ന് പറയുന്ന ഡേ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തുകൊണ്ടും നേടിയെടുക്കണം.